കള്ളപ്പന്നി നീ ഗൾഫിൽ ഇരുന്നിട്ട് തിരക്കണ്ടാ നിന്റെ വീട്ടിന്റെ അടുത്തുണ്ടാ ഞാൻ എന്റെ ഫോട്ടോ വെച്ചിട്ട് നീ വല്ലാണ്ട് ഉണ്ടാക്കാം നിന്റെ കെട്ടുകളി കുട്ടികളി ഫോട്ടോ വയ്ക്കാം അല്ലെങ്കിൽ ഉമ്മാനി പെങ്ങന്മാരി ഫോട്ടോ വയ്ക്കാം എന്നെ ഫോട്ടോയിലൂടെ വയ്ക്കാം എടാ നിന്റെ കൂട്ടുകാരൻ നാരിക്ക് അങ്ങനെ ഉണ്ട് പറഞ്ഞാൽ നിന്റെ അടുത്ത് പറയുന്നത് അവൻ എത്ര വലിയ നാറിയാണ് അത് നീ വീഡിയോ ചെയ്യണം നീ എത്ര വലിയ നാറിയാണ് കള്ളപ്പന്നി എന്റെ പേര് മറ്റാലും ഞാൻ ഫോട്ടോ എടുത്ത് നീ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഗൾഫിൽ നീ എന്നിവിടെ എത്തിന്ന് വെച്ചാൽ മതിട്ടാ നീ ഗൾഫിലാക്കി നീ വല്ലാണ്ട് ടെമ്പിൾ കാണിക്കണ്ട നീ നിന്റെ നാട്ടിൽ നീ നാറും ഞാൻ മണ്ണാർക്കാട് ഉണ്ട് നിന്റെ വീടിന്റെ അടുത്തുണ്ട് ഞാൻ നീ നാറാൻ നിൽക്കണ്ട നീ നാറില്ല നിന്റെ കുടുംബം നാറും ഓക്കെ നിന്റെ കുടുംബം നാറണമെങ്കിൽ നിന്റെ വായ അടക്കി വെച്ചിട്ടുണ്ടോ ബാക്കിയുള്ളവരുടെ അടുത്ത് ചലിക്കുമ്പോൾ നീ എൻ്റെ ഒരു ചലിച്ചിട്ട് നിനക്ക് വേണ്ടി കാണിച്ചു കൊടുക്കും ആളപ്പാന്നി ഇത് നിനക്ക് ഫസ്റ്റ് തരുന്ന ഞാൻ വാണിംഗ് ആണ് ഇനി മറ്റേ നീ എൻ്റെ ഫോട്ടോ എൻ്റെ എവിടെയെങ്കിലും നീ എൻ്റെ വീഡിയോ ചെയ്തു ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഞാൻ കാണിച്ചു തരാം പെണ്ണ് എന്താണെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് സാജിദ സാജി എന്നു പേരായിട്ടുള്ള ഈ പെൺകൊച്ചിനെ തന്നെയാണ്, ഈ സ്ത്രീയെക്കുറിച്ച് തന്നെയാണ് എനിക്ക് പറയേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഈ സ്ത്രീ ഒരു എന്താ പറയുക, ഒരു തുടർക്കഥ എന്നോണം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ. അതുകൊണ്ട് നമുക്ക് ആ കഥ മധ്യത്തിൽ അവസാനിപ്പിച്ചുകൂടാ, എവിടെയെങ്കിലും ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചാലോ? അപ്പോൾ ആ കഥത്തിൻ്റെ അനുവാചകർ, കഥയുടെ കേൾവിക്കാർ, അനുവാചകർക്ക് ഇതൊന്നും പിടുത്തം കിട്ടാതെ വരും. അതുകൊണ്ട് തന്നെ ഒരു തുടർക്കഥ എന്നോണം എനിക്ക് പറയേണ്ടി വരികയാണ്. ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു വിവരം അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ നിങ്ങളൊക്കെ അറിയുമല്ലോ യഥാർത്ഥത്തിൽ സാജിദ സാജിയെക്കുറിച്ച് ഞാൻ മാത്രമല്ലല്ലോ പറയുന്നത്. എന്നെ വല്ലിപ്പ എന്ന് വിളിച്ചിട്ട് ഞാൻ നിങ്ങളെ എന്താ പറയുക വീട്ടിൽ വന്ന് തല്ലും ഇപ്പാപ്പ എന്നൊക്കെയാണ് എന്നെ വിളിച്ചത്. അത് പോട്ടെ. അപ്പോൾ അതിനുശേഷം തുടർന്ന് ഇസ്മി കൈസിനോടും അതോടൊപ്പം തന്നെ പ്രമുഖ യൂട്യൂബർമാരോടും ഒട്ടനേകം യൂട്യൂബർമാർ ഇവളെ വിളിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇവളുടെ തെറികളും ഇവളുടെ വീഡിയോകളും റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ വീഡിയോയിലും ഇവൾ വന്നിട്ട് റിയാക്ട് വൃത്തിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ സാജിദ സാജിയുടെ ഈ പറയുന്ന തൻ്റെ മാലിന്യങ്ങളൊക്കെ വെളിയിലേക്ക് വലിച്ചെറിഞ്ഞ് തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. അത്തരത്തിലുള്ള ഒരു റിയാക്ട് ചെയ്ത ഷരീഫ് MKD എന്ന് പേരായ ഒരു വ്ളോഗർ, അദ്ദേഹം ഗൾഫിലാണ് എന്നാണ് തോന്നുന്നത്, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പം നല്ല ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വ്ളോഗുകൾ കാണാറുണ്ട്. വളരെ അർത്ഥപൂർണമായ കാര്യപ്രാപ്തമായ വാക്കുകൾ മാത്രമേ അദ്ദേഹം വ്ളോഗുകളിൽ പറയാറുള്ളൂ. വെറുതെ ഒന്നും എന്തെങ്കിലും വ്ളോഗ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ സാജിദ സാജിയെക്കുറിച്ച് ഞാനും വ്ളോഗ് ചെയ്തിട്ടുണ്ട്. വളരെ വേണ്ടത്ര സൗകര്യങ്ങളും എനിക്ക് വേണ്ടത്ര ഫെസിലിറ്റിയൊന്നും ഇല്ലാത്ത എൻ്റെ ഈ സാധാ മൊബൈലിൽ വെച്ച് ഞാനും വ്ളോഗ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഈ ആരെയും ത്രസിപ്പിക്കുമാറ്, ആരെയും ഈ സമുദായത്തിന് നേർക്കുള്ള അവളുടെ ചില കോപ്രായങ്ങൾ, അവളുടെ ഈ കുടുംബവും അവളുടെ കുട്ടികളും ആലോചിച്ച് നോക്ക്. അതെന്തോ ആവട്ടെ. അപ്പോൾ അവൾ ചോദിക്കും, എൻ്റെ കുട്ടികളല്ലേ കാക്ക, എൻ്റെ ഉമ്മയല്ലേ കാക്ക, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? എൻ്റെ കുട്ടികളാണ് എന്ന് കരുതിക്കൊണ്ട് എനിക്ക് ആ കുട്ടികളോട് ഒരു നിയമവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അന്യായമായ ഒരു നടപടി എനിക്ക് എടുക്കാൻ കഴിയുമോ? അപ്പോൾ ഇവിടുത്തെ നിയമം എന്നെ പിടികൂടില്ലേ? സാധാരണ എൻ്റെ ഉമ്മയാണ്, ആ ഉമ്മക്ക് അറിയിക്കുന്ന എല്ലാ മനുഷ്യാവകാശങ്ങളും തടയപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ നിയമം എന്നെ പിടികൂടും. എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കുമൊക്കെ ഉള്ള ന്യായമായ അവകാശത്തെ തടഞ്ഞാൽ എൻ്റെ നിയമം പിടികൂടും. അതോടൊപ്പം തന്നെ അന്യർക്കുള്ള അയൽവാസികളുമായിട്ട് എന്നും ഈ സ്ത്രീ തെറിയാണ്. മാത്രമല്ല ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഒറ്റയ്ക്ക് രാപ്പാർക്കാൻ വിട്ടുകൊണ്ട് ഇവൾ പോവുകയാണ്, യാത്ര പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇത് മുഴുവനും അവളുടെ എന്താ പറയുക വീഡിയോ ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അവൾ ഈ കാട്ടുന്നത്. നമ്മളൊക്കെ സാധാരണ രീതിയിൽ നമ്മുടെയൊക്കെ ഭാര്യമാർ പോലും ഈ വ്ളോഗിനടുത്ത് അഥവാ നമ്മൾ ഈ പറയുന്നിടത്ത് വരുമ്പോൾ നമ്മൾ എന്ത് പറയും? അവർ തന്നെ പറയും, ഞാനതിൽ പെട്ടിട്ടുണ്ടല്ലോ. ഇപ്പം എൻ്റെ ഭാര്യ ഞാൻ ഈ ചെയ്യുന്ന ഈ വ്ളോഗിൽ തന്നെ അവരുടെ ചിത്രം പതിഞ്ഞാൽ അവർ പറയും, നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്യൂ, എൻ്റെ ചിത്രമുണ്ട് അതിൽ. എൻ്റെ മകൾ പറയും ചിലപ്പോൾ അവളുടെ ഒരു വസ്ത്രത്തിൻ്റെ ഒരു അല്പഭാഗം കണ്ടാൽ മതി, അപ്പോൾ അവർ പറയും നിങ്ങളത് ഡിലീറ്റ് ചെയ്യൂ, മോശമാണ് എന്ന് പറയുമാറാണ്. അങ്ങനെ തന്നെയാണ് സ്ത്രീകൾ വേണ്ടത്. ആ സ്ഥിതിക്കാണ് ഈ സ്ത്രീ എന്ത് ചെയ്യുന്നത്? ഒരിക്കലും കുടുംബത്തോടെ കാണാൻ വെറുക്കുന്ന, കേൾക്കാൻ വെറുക്കുന്ന, അറക്കുന്ന അത്തരത്തിലുള്ള മെസ്സേജുകൾ നൽകുന്ന വാക്കുകളും പ്രവൃത്തികളും ഈ സ്ത്രീയിൽ നിന്ന് തുടർന്ന് ആവർത്തിക്കപ്പെടുമ്പോൾ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമുക്കും അതിനെ പ്രതികരിക്കേണ്ടി വരും. അതിനോട് സ്വാഭാവികമായിട്ടുമുള്ള ഒരു പ്രതികരണം മാത്രമാണത്. അതായത് വനഹിയും അനിൽ മുങ്കരി സദക്ക എന്ന പ്രവാചകന്റെ വാക്കിൻ്റെയും ഖുർആന്റെ അടിസ്ഥാനത്തിലും നമ്മൾ ശരിക്കും ഒരു തെമ്മാടിത്തരം നമ്മുടെ മുമ്പിൽ കണ്ടാൽ നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കണം, അല്ലെങ്കിൽ കൈകൊണ്ട് തടയണം, അല്ലെങ്കിൽ വാക്കുകൊണ്ട് പറയണം. അതാണ് കൗലും മഹ്റൂഫുൻ എന്ന് പറയുന്നത്. നീതിപൂർവ്വമുള്ള ഒരു മറുപടിയാണ്. അല്ലാതെ ഈ സാജിദയോട് നമുക്കൊന്നും യാതൊരു വെറുപ്പും വിരോധവുമില്ല. ഈ സാജിദ വ്ളോഗ് ചെയ്യണം എന്ന് പറയുന്നവരായിരുന്നു ഞാനൊക്കെ. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ സമുദായത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും
ഈ സാധ്യത നേടിയെടുത്തിട്ടുണ്ട്. അത് മുസ്ലിം എന്ന നിലക്ക് തന്നെയാണ് അനാഥാലയത്തിൽ അവൾക്ക് പ്രവേശനം കിട്ടിയത്. ആളുകൾ അവളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ പ്രവാസ ലോകത്തു നിന്നും നാട്ടിൽ നിന്നുമൊക്കെ അവളെ സഹായിക്കുന്നത്. സദക്ക എന്ന് പറയുന്ന ചാരിറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് അനാഥ കുട്ടികളാണല്ലോ, ആ അനാഥ കുട്ടികൾക്ക് ഓരോരുത്തരും നേർച്ചയാക്കിയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും ആ സദഖത്തു റദ്ദുൽ ബല എന്ന് പറഞ്ഞതുപോലെ ഈ സദക്കകളൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ പോലും ആ അനാഥ കുട്ടികൾക്ക്, കാരണം ഒരു യതീഖാനയിലേക്കല്ല കൊടുക്കുന്നത്, ഈ അനാഥ കുട്ടികൾക്ക്. എന്തുകൊണ്ട്? ഈ ബാപ്പ മരിച്ച ആ കുട്ടികളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളോടുള്ള സഹാനുഭൂതി, അവളോടുള്ള ആ കുട്ടികളോടുള്ള സ്നേഹം, അതുകൊണ്ട് ചെയ്യുന്ന ആ സമുദായത്തെ മുഴുവനും അവൾ പുറംകാല് കൊണ്ട് പ്രശ്നം കാണിച്ച് വെറുപ്പിച്ച് കളഞ്ഞിരിക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതുപോലെ ഈ പറയുന്ന ഷെരീഫ് വ്ളോഗർ എന്ന് പറയുന്ന അദ്ദേഹം ഇത് ഇവൾ ചളി വാരി പുറത്തേക്ക് ഇട്ടപ്പോൾ, മാലിന്യങ്ങൾ മുഴുവൻ പുറത്തേക്ക് വമിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം മറ്റുള്ളവരെ പോലെ തന്നെ ഒരു റിയാക്ട് ചെയ്തു. ഞാനൊക്കെ റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെ, അത്രയേ ഉള്ളൂ. പക്ഷേ അവനെ അങ്ങേയറ്റം വാണിങ്ങും ഭീഷണിയും കൊടുത്തിരിക്കുകയാണ്. അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അപ്പോൾ നിയമത്തെ ആദ്യമായി ഇവിടെ നിയമത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. നോക്ക്, എന്താണ് ഇവിടെ എന്ത് നിയമമാണുള്ളത് എന്ന് അവൾ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്? എനിക്ക് തോന്നിയത് മുഴുവൻ ചെയ്യാം, അതുകൊണ്ട് ഇവിടെ ഒരു നിയമവും ഒരു പോലീസ് സ്റ്റേഷനും കോടതിയും എനിക്ക് അതീതമായിട്ടില്ല, എൻ്റെ മേലെ ഇല്ല, ഒരു നടപടിയും എടുക്കില്ല. ഇങ്ങനെ ഒരു മൂഢധാരണയിലാണ് ഈ പെൺകൊച്ചി ഇരിക്കുന്നത് എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ആണുങ്ങളോടൊക്കെയാണ് അവൾ നോക്കണം, ഒരു പുരുഷനോട് പോലും ഒരു പുരുഷന് നേരിട്ട് ഏറ്റുമുട്ടുക എന്ന് പറയുന്നത് ഗുണകരമായ ഒരു കാര്യമല്ല. ആണോ? ആരോടും അന്യായമായ രീതിയിൽ ഇത് ഒരു പെണ്ണ് ഒരു പുരുഷനോട് വെല്ലുവിളിക്കുന്നു എന്ന് പറയുമ്പോൾ, അതും എന്തിനു വേണ്ടി? ന്യായമായ മാർഗത്തിലല്ല, വളരെ തറ നിലവാരത്തിൽ നിന്നുകൊണ്ട് അവരുടെ തറ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കിയില്ല? അത് കേട്ടില്ലേ? നമ്മെ ഈ സമുദായത്തെ തന്നെ പറയിപ്പിക്കുമാറ്, ഈ സ്ത്രീവർഗത്തെ തന്നെ പറയിപ്പിക്കുമാറ് വളരെ ലജ്ജാകരമായ വാക്കുകൾ പറയുന്ന അവളോട് നമുക്ക് വ്ളോഗുകൾ നിർത്താൻ കഴിയില്ല. എൻ്റെ വ്ളോഗിന് കഴിഞ്ഞ ദിവസവും അവൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇനിയും അവൾ ഇത്തരത്തിലുള്ള പോരായ്മകൾ തുടർന്നാൽ നമ്മളും അവളോട് പ്രതികരിച്ചു കൊണ്ടിരിക്കും.